പി സിന്ധുമോൾ, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന വലിയ പാഠം എന്താണ്? മേൽക്കൂരയാണ് പ്രശ്നമെന്ന് നിങ്ങളുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശിവരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് BJP സംസ്ഥാന നേതൃത്വത്തെ ലക്ഷ്യം വെച്ചാണോ? അങ്ങനെയാണെങ്കിൽ പാലക്കാടിൻ്റെ പരാജയത്തിന് ഉത്തരവാദിത്വം ആർക്കാണ്? TP സിന്ധുമോൾ, എന്തു പാഠമാണ് നിങ്ങൾ പഠിക്കുക? അരുൺ, എനിക്ക് അല്പം സമയം തരണം. കാരണം ഈ പറഞ്ഞ വിഷയങ്ങളിലൂടെ ഒക്കെ രാജു പി നായർ ഉരുണ്ട് കളിച്ചത് ഉൾപ്പെടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം സമയം തരണം. പാലക്കാടിനെ സംബന്ധിച്ച് BJPയുടെ കേഡർ വോട്ടെന്ന് പറയുന്നത് ഏതാണ്ട് 39,000-നും 40,000-നും ഇടയ്ക്കാണ്. അതിൽ സംശയമൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ കേഡർ വോട്ട്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട്. മെട്രോമാൻ മത്സരിച്ച സമയത്ത് അദ്ദേഹം 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് പോയതിൽ ഒരു 10,000 വോട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോട്ടാണ്. ഞങ്ങളിത് ഇപ്പോൾ മാത്രമല്ല, അദ്ദേഹം മത്സരിച്ചതിന് ശേഷം വന്ന റിസൾട്ട് അതിനെ അവലോകനം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ആദരവ് അത് LDF-ൽ നിന്നും UDF-ൽ നിന്നും ഒക്കെ മെട്രോമാൻ വോട്ട് വന്നിട്ടുണ്ട്. അത് പൊളിറ്റിക്കൽ വോട്ടല്ല, ആ വ്യക്തിയെ കണ്ടുകൊണ്ട് ജനങ്ങൾ ചെയ്ത വോട്ടാണ്. ആ ഒരു സ്വീകാര്യത അവിടെ മറ്റാര് മത്സരിച്ചാലും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ 100 ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം, അത്രയും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് കിട്ടിയ വോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേഡർ വോട്ട് എന്ന് പറയുന്നത് മാക്സിമം ഒരു 40,000 വോട്ടാണ്. 2016-ൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും അതിനുശേഷം മെട്രോമാൻ മത്സരിച്ചപ്പോഴും അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ CK മത്സരിച്ചപ്പോഴും ഒക്കെ നിങ്ങൾ ആ വോട്ടെന്ന് ആനുപാതികമായിട്ട് കണക്കാക്കൂ. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ LDF-ഉം UDF-ഉം ചേർന്ന് നടത്തിയ കിംവദന്തികൾ പ്രചരണം, മുനിസിപ്പാലിറ്റി നഗരസഭയ്ക്കെതിരെ നടത്തിയ ഒരുപാട് കിംവദന്തികളുണ്ട്. ഏതാണ്ട് 4,000-ഓളം വ്യാപാരികളെ കൊണ്ടാണ് ഇവർ സമരം ചെയ്യിച്ചത്. 300 രൂപ ക്ലീനിങ് ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു എന്ന് നുണ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് അവിടെ പ്രചരണം നടത്തുകയും സമരം നടത്തിക്കുകയും ചെയ്തു. ആ 4,000 × 3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 12,000 വോട്ടോളം ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഷാഫിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി. പക്ഷെ അത്രയും ഒന്നും അതിലേക്ക് മറിഞ്ഞിട്ടില്ല. ഈ UDF-ന് കിട്ടിയ വോട്ടെന്ന് പറയുമ്പോൾ അരുൺ അവിടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിരായിരി പഞ്ചായത്ത് ഉൾപ്പെടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 7,000-ഓളം 8,000-ഓളം മുസ്ലിം വോട്ടുകൾ ഒന്നിച്ചൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. മറ്റ് പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഞാൻ ശ്രദ്ധിച്ച 78-ാം ബൂത്ത് ഉൾപ്പെടെയുള്ള ബൂത്തുകളിലുള്ള വളരെ തുച്ഛമായ മുസ്ലിം വോട്ടാണെങ്കിലും അത് കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ഇവർ ഗ്രീൻ ആർമിയെ കൊണ്ട് ശ്രമിച്ചു. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് വെറുതെ അല്ല. SDPI, PFI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഏറ്റവും നന്നായിട്ട് അവിടെ ആ കൂട്ടുകെട്ടിനെ സ്വാധീനിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തിട്ട് ഇപ്പൊ രാജു പി നായർ ഉരുണ്ട് കളിക്കുക. അവിടെ ഗ്രീൻ ആർമി വീടുകളിൽ നോട്ടീസ് കൊടുക്കാൻ ഇറങ്ങിയില്ല രാജു പി നായരെ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 20 ദിവസം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളാ ഞാൻ. ഗ്രീൻ ആർമി നോട്ടീസ് കൊടുക്കാൻ ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. നിങ്ങൾ SDPI-ക്കും PFI-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അവിടെ സിന്ദാബാദ് വിളിക്കുകയല്ലേ ചെയ്തത്? എന്നിട്ടോ സാധാരണക്കാരായ മുസ്ലിം ഭവനങ്ങളിലേക്ക് ഇവരെ എത്തിച്ച് അവിടെ നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയ വോട്ടുകൾ നിങ്ങളുടെ കീശയിലേക്കാക്കിയല്ലേ ചെയ്തത്? എന്നിട്ട് ഇവിടെ വന്ന് ന്യായീകരിക്കുന്നു. കോൺഗ്രസിന്റെ വക്താവ് എന്ന് പറഞ്ഞ് നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് എങ്ങനെയും വിജയിക്കണമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ നിങ്ങൾ ഒഴുക്കി ഇല്ലേ? ഞാൻ ബാഗിന്റെ കേസിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് രാഹുൽ അവിടുന്ന് ഓടിയതെന്നൊക്കെ. ഇനി അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപ ഒഴുക്കി ഇല്ലേ? മദ്യം കൊടുത്തു ഇല്ലേ? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചത്? ഇതുപോലെയുള്ള ഭീകരവാദ കുഴൽപ്പണത്തിന്റെ പേരിൽ ഒരു FIR-ഉം നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പാലക്കാടില്ല BJP. TP സിന്ധുമോൾ, പക്ഷേ TP സിന്ധുമോൾ, എനിക്കറിയേണ്ട ഒരു ചോദ്യം, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ കോട്ടയിൽ 7,000 വോട്ട് കുറഞ്ഞതെങ്ങനെ? അരുൺ, ഞാൻ പറഞ്ഞു ഞങ്ങൾക്കുള്ള കേഡർ വോട്ടിൽ ഏതാണ്ട് ഒരു 500-600 വോട്ടിന്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. 7,000 വോട്ട് കുറഞ്ഞു എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോഴും അത് മെട്രോമാന് കിട്ടിയ വോട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അവിടെ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള് ആ നാട്ടുകാരനാണ്. അദ്ദേഹമാണ് BJP-യെ ആദ്യമായി നഗരസഭയിൽ അധികാരത്തിലെത്തിക്കുന്നത്. നിങ്ങൾക്കറിയുമോ? അദ്ദേഹം 20 വർഷത്തോളം അവിടെ ആ നഗരസഭയിൽ പ്രവർത്തിക്കുകയും ഒപ്പം BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് അവിടെ ഇരുന്ന ആളുമാണ്. ഇന്ന് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ്. ബാക്കി നരേറ്റീവുകൾ സോഷ്യൽ മീഡിയ കണക്കാക്കുന്നില്ല. ഞാൻ പറയട്ടെ
അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പലരും പലതും പറയും. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ചർച്ച ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിലാണ്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്ന ശീലം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി, അല്ലാതെ കെ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നോമിനേറ്റ് ചെയ്ത ആളല്ല സി കൃഷ്ണകുമാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദേശീയ നേതൃത്വം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പാർലമെന്ററി കോർ കമ്മിറ്റി ഇരുന്ന് തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും മത്സരിച്ചത്. അവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമായിട്ട് കൊടുക്കാനും നിർവാഹമില്ല. അതാണ് ഞങ്ങളുടെ Debate with Dr. Arun Kumar.